ശ്രീ അനിൽകുമാർ, ഈ പ്രധാനമന്ത്രി ദുരന്തബാധിത മേഖലയിൽ നേരിട്ടെത്തി സന്ദർശനം നടത്തുമ്പോൾ കേരളത്തിന്റെ പ്രതീക്ഷ വളരെ വലുതായിരുന്നു. ഒരുപക്ഷെ അവിടെ വെച്ച് തന്നെ ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതിയിരുന്നു. അതല്ലെങ്കിൽ ദേശീയ ദുരന്തമായോ അല്ലെങ്കിൽ അതീവ ഗൗരവ സ്വഭാവമുള്ള അതിതീവ്ര ദുരന്തം എന്ന ഗണത്തിലോ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ഉൾപ്പെടുത്തും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പക്ഷേ പ്രധാനമന്ത്രി പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയും അതിൻ്റെ ആഴവും അതിൻ്റെ നാശനഷ്ടങ്ങളും ഒക്കെ വ്യക്തമാകുന്ന ഒരു സമഗ്രമായ റിപ്പോർട്ട് കിട്ടട്ടെ, അപ്പോൾ അതിനുശേഷം തുടർ നടപടി എന്നതാണ്. ഈ റിപ്പോർട്ട് കേരളം, അത് ചീഫ് സെക്രട്ടറി ആണല്ലോ അത് തയ്യാറാക്കി കൊടുക്കേണ്ടത്, കേരളം ഈ റിപ്പോർട്ട് നൽകാൻ വൈകുന്നതാണോ കേന്ദ്ര സഹായം പ്രഖ്യാപിക്കുന്നതിനുള്ള കാലതാമസത്തിന് കാരണം? ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, നഷ്ടം എന്താണ് എന്നുള്ളതാണ് ഒരു ഭാഗം. രണ്ട്, ആ നഷ്ടത്തിന് നമ്മൾ പരിഹാരമുണ്ടാക്കുന്ന പുനരധിവാസം എന്താണെന്നുള്ളതാണ് മറ്റൊരു ഭാഗം. നഷ്ടം എന്താണ് എന്നുള്ളതിൻ്റെ ഏതാണ്ട് തിട്ടപ്പെടുത്തലുകളായിട്ടുണ്ട്. സർക്കാർ പുനരധിവാസ പാക്കേജാണ് ഉണ്ടാക്കേണ്ടത്. ആ പാക്കേജിലാണ് കേന്ദ്ര സഹായം വരേണ്ടത്. സ്വാഭാവികമായും ആ പാക്കേജുമായി ബന്ധപ്പെട്ട് എത്ര വീടുകൾ എവിടെയൊക്കെ പണിതുണ്ടാക്കണം, അവിടെ അനുബന്ധമായി വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, സ്ഥലം എവിടെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് തുടങ്ങി ധാരാളം കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട്. ആ വ്യക്തത വരുന്നത് ചർച്ചകളിലൂടെയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതുപോലെ തന്നെ ഇപ്പോൾ വീടും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ആ ഓരോ വ്യക്തികൾക്കും ഒക്കെ അതിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾക്കൊക്കെ പറയാൻ അവകാശമുണ്ട്. അതൊക്കെ കേട്ട് അതിൻ്റെ ഫൈനാലിറ്റിയിലേക്ക് പോകുന്ന പ്രക്രിയ ആരംഭിച്ചിട്ടേ ഉള്ളൂ. പല ഓഫറുകൾ വന്നിട്ടുണ്ട്. ഈ ഓഫറുകളെല്ലാം കൂടെ കണക്കിലെടുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ സമഗ്രമായ ഒരു പാക്കേജ് ആക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സമയമെടുക്കും. എനിക്ക് തോന്നുന്നത് ഇവിടെ ഉന്നയിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു പാചകവാതകം ഒന്നൊരു പ്രശ്നമല്ല. വീട് ഏതാണ് തീരുമാനിച്ചാൽ അവിടെ പാചകവാതകം ഉണ്ടാവും. അതിന് സംശയം എന്താണ്? ആവശ്യമുള്ള ഫർണിച്ചർ കൊടുക്കുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ കാര്യം ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് ആ വിഷയങ്ങൾക്ക് മറുപടി പറയാം. അതിനു മുൻപ് ഒരൊറ്റ കാര്യം, അതായത് താങ്കൾ പറയുന്നത് ഈ കേരളത്തിൽ ഈ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ കണക്കുകളും അതിൻ്റെ ആഘാതം സംബന്ധിച്ച വിശദമായ ഒരു ചിത്രവും ഒക്കെ കേന്ദ്രത്തിന് മുന്നിൽ വരച്ചു കാട്ടാൻ, അല്ലെങ്കിൽ അതൊരു സമഗ്ര റിപ്പോർട്ടായി കേന്ദ്രത്തിന് മുന്നിലെത്താൻ സ്വാഭാവികമായി അതിന് നടപടിക്രമങ്ങളൊക്കെ പാലിച്ചു വരുമ്പോൾ സമയമെടുക്കും എന്നാണോ? അങ്ങനെയാണെങ്കിൽ അതിനനുസൃതമായിട്ടല്ലേ കേന്ദ്ര പാക്കേജ് പ്രഖ്യാപിക്കപ്പെടുകയുള്ളൂ? അതുവരെ കാത്തിരിക്കാം എന്നാണോ? ആ ഭാഗം എനിക്ക് വ്യക്തമായില്ല, അതുകൊണ്ടാണ്. അല്ല, അവിടെ ഈ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ഓരോ സംസ്ഥാനത്തിനും അർഹതപ്പെട്ട പണത്തിന് ക്ലെയിം കൊടുക്കുന്ന രീതിയുണ്ട്. ആ ക്ലെയിമിൽ നഷ്ടമുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ച് സാധാരണഗതിയിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ആ നഷ്ടങ്ങൾക്കൊപ്പം അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനാവശ്യമായ വിശദമായ പാക്കേജ് സർക്കാരിന് തയ്യാറാക്കാനായിട്ടില്ല. ആകാത്തത് സർക്കാരിൻ്റെ കുറ്റമല്ല. ഇപ്പോൾ സർക്കാർ അവരുടെ പുനരധിവാസത്തിൻ്റെ താൽക്കാലിക പുനരധിവാസത്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു 2 ആഴ്ച കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരെയെല്ലാം വീടുകളിലെത്തിക്കുക, ഇതാണ് ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് സന്നാദ്ധമാക്കുന്ന പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട്. രേഖകൾ കൊടുക്കുക, വിദ്യാഭ്യാസം ആരംഭിക്കുക, അവർക്ക് ജോലിക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കുക, അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അവരെ ഒരു ശരിയായ സ്ഥലത്ത് ഇപ്പോൾ എങ്ങനെയാണോ ജീവിച്ചത് അതേ സൗകര്യങ്ങളോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക. അതിന് ഓരോരുത്തരുടെയും നഷ്ടം എന്താണ്, എത്രത്തോളം നമുക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റും, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും എന്ന അടിസ്ഥാനത്തിലുള്ള പാക്കേജ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ എന്താ കേന്ദ്ര സർക്കാർ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്? നമ്മുടെ ക്ലെയിം അവിടെ കിടക്കും. ആ ക്ലെയിമിന് വിധേയമായി അഡ്വാൻസ് സംഖ്യ അനുവദിക്കുകയാണ് കേന്ദ്രം ചെയ്യേണ്ടത്. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി പ്രധാനമന്ത്രിക്ക് മനസ്സിലായി. പ്രധാനമന്ത്രി പറയുകയാണ്, ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കണ്ട് ഞങ്ങൾ 2000 കോടി അനുവദിക്കുന്നു. നമ്മൾ ക്ലെയിം കൊടുത്തു കഴിയുമ്പോൾ 2040 ആണെങ്കിലോ 2500 ആണെങ്കിലോ കേന്ദ്ര സർക്കാരിന് ബാക്കി നൽകാം, തീരുമാനിക്കാം. ദുരന്തത്തിൻ്റെ വ്യാപ്തി കേന്ദ്രത്തിന് ബോധ്യമുണ്ടല്ലോ. കേന്ദ്ര സംഘം തന്നെ അവിടെ വന്നു കഴിഞ്ഞല്ലോ. കേന്ദ്ര സംഘം പരിശോധന നടത്തി കഴിഞ്ഞല്ലോ. ദുരന്ത നിവാരണം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ മാത്രം ചുമതലയല്ല, കേന്ദ്രത്തിൻ്റെ കൂടി ഭാഗമാണ്. അത് കോർഡിനേറ്റഡ് എഫക്റ്റാണ്. സ്വാഭാവികമായും കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരെ അപ്രൈസ് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ടുകളെല്ലാം കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഒരു നിശ്ചിത തുക അടിയന്തരമായി മുൻകൂറായി അനുവദിക്കുക. ആ ഭാഗം മനസ്സിലായി ശ്രീ അനിൽകുമാർ. ഞാൻ ചോദിക്കുന്നത് ഈ ദുരന്തത്തിന്റെ തീവ്രതയും അതിന്റെ വ്യാപ്തിയും ഒക്കെ ഇപ്പോൾ 2013 ഉത്തരാഖണ്ഡിൽ ഇതുപോലെ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് തുക അനുവദിച്ചപ്പോഴും
2014 രാജസ്ഥാനിൽ ഇതുപോലെ പ്രകൃതിക്ഷോഭത്തിന്റെ ഭാഗമായി കേന്ദ്ര സഹായം എന്ന നിലയിൽ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് തുക അനുവദിച്ചപ്പോഴുമൊക്കെ സംസ്ഥാനങ്ങൾ കൃത്യമായി അതിൻ്റെ ആഘാതം സംബന്ധിച്ച കണക്കുകൾ അല്ലെങ്കിൽ സമഗ്രമായ റിപ്പോർട്ട് നൽകുകയും അത് പരിശോധിക്കപ്പെട്ടതിൻ്റെയും അടിസ്ഥാനത്തിലല്ലേ അത് സമർപ്പിക്കപ്പെട്ടത്? അങ്ങനെയാണെങ്കിൽ അതൊരു സാങ്കേതികമായ നടപടിക്രമങ്ങളാണെങ്കിൽ പോലും അത് പാലിക്കപ്പെടുമ്പോഴാണ് ഇത് തുക നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന് കേന്ദ്രം പറയുന്നത് കേവലം ഒരു തടസ്സവാദമാണ് എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അങ്ങനെയല്ല. അതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ കേന്ദ്രത്തിന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ദുരന്തത്തിൻ്റെ ആഘാതം സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര ഏക്കർ സ്ഥലങ്ങളിൽ, ഏതൊക്കെ വാർഡുകളിൽ എന്തെല്ലാം നാശനഷ്ടം, എത്ര പേര് മരിച്ചു, എത്ര വീട് പോയിട്ടുണ്ട് തുടങ്ങി എത്രയെല്ലാം കെട്ടിടങ്ങൾ, എത്ര കടകൾ നഷ്ടപ്പെട്ടു, ഇതിൻ്റെ കണക്കെല്ലാം കൂട്ടി ഒരു തുക എത്രയാണെന്ന് കണക്കാക്കിയുള്ള റിപ്പോർട്ട് കൊടുത്ത് കഴിഞ്ഞു. മാത്രമല്ല, അതിൻ്റെ ആഘാതത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഭാവിയിൽ എന്ത് എന്നുള്ളതിൻ്റെതാണ് പ്രൊജക്റ്റ് തയ്യാറാകാത്തത്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായ എവിടെയാണ് അവരെ പുനരധിവസിപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയാവാത്തത്. പാക്കേജ് പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടില്ല. അത് മുഴുവൻ കിട്ടിയാലേ പണം തരുള്ളൂ എന്നുള്ള കേന്ദ്രം നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ. കേരള സർക്കാർ കുറെ കൂടെ വിശദമായി ഇക്കാര്യങ്ങൾ ധരിപ്പിക്കണം. ധരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച് ഉയർന്ന നിലവാരം സ്വീകരിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞാൽ സ്വാഭാവികമായും അത് വിശ്വസിക്കുകയാണ് സർക്കാരിന് ഇഷ്ടം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചാടിക്കേറിയിട്ട് കേന്ദ്രം സഹായമൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു മുൻവിധി നമുക്ക് ആവശ്യമില്ല. സ്വാഭാവികമായും ഈ പാക്കേജിൻ്റെ വലിപ്പം വെച്ചിട്ട് അവർ തരട്ടെ. മറ്റു സംസ്ഥാനങ്ങൾ പലപ്പോഴും ചെയ്ത് അഡ്വാൻസ് ആയിട്ടൊരു തുക കൊടുക്കും, പിന്നീട് അതിൻ്റെ അപ്രോപ്രിയേഷൻ അവർ പറയുക. ഇപ്പോൾ കേരളത്തിൽ തന്നെ പ്രളയം വന്നപ്പോൾ കേന്ദ്ര സർക്കാർ നമുക്കിവിടെ അരിയെല്ലാം തന്നു, സൗജന്യ റേഷനായിരുന്നു. അപ്പോൾ അത് കേന്ദ്രത്തിൻ്റെ സൗജന്യ റേഷനാണ്, നരേന്ദ്രമോദിയുടെ ആണെന്നൊക്കെ പറഞ്ഞ് BJP-ക്കാരൊക്കെ നല്ല പ്രചരണമൊക്കെ നടത്തി. കുറച്ച് കഴിഞ്ഞാണ് അതിൻ്റെ കണക്ക് വന്നപ്പോഴാണ് 204 കോടി രൂപ മറ്റന്നാൾ രാവിലെ 10 മണിക്കകം അങ്ങ് തന്നേക്കണം എന്നൊരു ചീട്ട് അവിടുന്ന് വന്നത്. ഇങ്ങനെയൊക്കെ കേന്ദ്രം പെരുമാറാറുണ്ട്. നമ്മൾ ഈ രംഗത്ത് പ്രധാനമന്ത്രിയുടെ മനസ്സിൽ തട്ടിയ ഒരു ദുരന്തമാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഉയർന്ന നിലവാരത്തിൽ കേന്ദ്ര സർക്കാർ പ്രതികരിക്കുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത്. ശരി 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 മറ്റൊരു വസ്തുത അല്ലെങ്കിൽ മറ്റൊരു സന്ദേശം ഇപ്പോൾ നമ്മുടെ മുമ്പിലില്ല. ശരി, ഇനി ഞാൻ താങ്കളിലേക്ക് വരാം.